നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം, സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഫൗണ്ടറാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഈ കോൺക്രീറ്റ് പ്രോപ്പറായിട്ടുള്ള പുതിയ തരം കോൺക്രീറ്റുകളുടെ അല്ലെങ്കിൽ പുതിയ നമ്മുടെ നാച്ചുറൽ കോൺക്രീറ്റുകളുടെ ലൈഫ് എബൌട്ട് 100 ഇയേഴ്സ്. ദാറ്റ് മീൻസ് അതിനേക്കാട്ടിലും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും കൂടുതൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് പല യൂറോപ്യൻ ബിൽഡിങ്ങുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകാൻ പറ്റും. എന്നിട്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കെട്ടുന്ന വീടുകളൊക്കെ നമ്മളൊരു 10-30 കൊല്ലം കഴിയുമ്പോഴേക്ക് ലീക്ക് ആവാനും അല്ലെങ്കിൽ 10-40 കൊല്ലം കഴിയുമ്പോഴേക്ക് ഡിമോളിഷ് ചെയ്ത് മാറ്റാനും പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, കോൺക്രീറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ്, അതായത് ഇതർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന പോലുള്ള സ്റ്റീൽ ഡിസൈനോ മിക്സോ തിക്നെസ് ഒന്നും നമ്മുടെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതൊരു വാസ്തവമാണ്. ബിക്കോസ് നമ്മളൊക്കെ നാടൻ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോവുക, സ്പേസേഴ്സ് ഒന്നും വേണ്ട വിധം കൊടുക്കാതെ അല്ലെങ്കിൽ കമ്പി സെൻട്രൽ ഇടേണ്ട അവിടെ സെൻട്രൽ ഇടാതെ സ്റ്റീല് വേണ്ട വിധം സ്റ്റീലിൻ്റെ ഡിസൈൻ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഡിസൈനിൽ പറയണമെങ്കിൽ അത് 8 സെൻറ്റിമീറ്റർ ഇട്ടാൽ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് 10-12 മടങ്ങ് കൂടുതൽ സ്ട്രെങ്ത്തിലായിരിക്കും ഡിസൈൻ നമ്മൾ ചെയ്യേണ്ടാവുക. തീർച്ചയായിട്ടും എർത്തിക്ക് വെക്കുക അതുപോലുള്ള സാധനത്തിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിൽക്കുകയും ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുകളിൽ സ്ലാബിലേക്ക് ആയിരിക്കും ചാടുമ്പോൾ ഗും ഗും സൗണ്ട് വരാൻ സാധ്യത, അതല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യത. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലെ വരുന്ന നമ്മുടെ ക്വാളിറ്റി നമ്മൾ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ്. റൈറ്റ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാതെ. സൺഷെയ്ഡ് ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരു വീട്ടിൽ നമ്മളൊരു വണ്ടി എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പണ്ട കാലങ്ങളിലൊക്കെ നമ്മൾ വണ്ടി കമ്പനികളിലല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന കണ്ടീഷനും ഇന്ന് പീരിയോഡിക്കൽ സർവീസസും മെയിൻ്റെനൻസും ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ ആ വണ്ടിക്കുള്ള കണ്ടീഷനും രണ്ടും തന്നെയല്ലേ. നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടുന്നില്ല. അതേപോലെ വീടിൻ്റെ ഈ കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ അതിന് ഇതുപോലെ കോസ്റ്റ് ഒന്നും ഇല്ല. ബിക്കോസ് എഞ്ചിനോ അല്ലെങ്കിൽ മൂവിങ് സാധനങ്ങളൊന്നും ഇല്ല. ആകെ മൂവിങ് സാധനങ്ങൾ എന്തൊക്കെയുള്ള സ്വിച്ചസ്, അതുപോലുള്ള കറണ്ട് പാസ് ചെയ്യുന്നത്, വാട്ടർ പാസ് ചെയ്യുന്നത്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സോളിഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. അതിനകത്ത് മഴയോ വല്ലതും കൊള്ളുമ്പോഴോ അല്ലെങ്കിൽ കേരള ക്ലൈമറ്റിലൊക്കെ മഴ കൊള്ളാതെ ഷീറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിവേഷൻ അനുസരിച്ചുള്ള ഷീറ്റൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 കണക്കിന് വർഷം വീടുകൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. റൈറ്റ്. അതല്ലെങ്കിൽ അതിൻ്റേതായ മെയിൻ്റെനൻസ്, പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പീരിയോഡിക്കൽ മെയിൻ്റെനൻസിന് വീടുകളിൽ നിർബന്ധമാക്കണം. അതിൻ്റെ സ്റ്റഡി, അതിൻ്റെ റിസർച്ച് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് കിട്ടും. അതുമല്ല പുതിയ തലമുറ ചില ആൾക്കാർ പറയേണ്ട, അല്ല പഴയ വീടായാലേ ഇനി ഞങ്ങളുടെ പിള്ളേർ വന്നിട്ട് പൊളിച്ചോണെങ്കിൽ 2 കുഴപ്പമുള്ളത്. ഒന്ന്, ഇവിടുത്തെ എക്കോസിസ്റ്റം മുഴുവൻ, ബിക്കോസ് ഈ പൊളിച്ച സാധനങ്ങൾ കോൺക്രീറ്റ് കൊണ്ട് ഇടുന്ന സ്ഥലത്തെ മണ്ണ് മുഴുവൻ നശിക്കുക. അവിടുത്തെ എക്കോസിസ്റ്റം മുഴുവൻ തകരുക, കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ. രണ്ടാമത്തത് ഇതിൻ്റെ പൊല്യൂഷൻ. 3, ഇതിന് ഇനി റീബിൽഡ് ചെയ്യാൻ വരുന്ന നാച്ചുറൽ റിസോഴ്സസ് മിസ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ പൈസ ഉണ്ടാക്കി കുറച്ച് വരുമ്പോൾ അവരിങ്ങനെ പഴയ വീട് നോക്കുമ്പോൾ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി ഒരുക്കി നടക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഇനി ഉള്ളിൽ ഞങ്ങൾ ടൈലോ ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും മാറ്റി ഒന്ന് റിനോവേറ്റ് ചെയ്താലും അപ്പോഴേക്ക് ഈ പൊട്ടി ഒരുക്കുന്ന വീട് 5-6 കൊല്ലം കഴിയുമ്പോൾ കേട് വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും വീടുകൾ മാറ്റുന്നത്. അപ്പോൾ പുതിയ വീടുകൾ നമുക്ക് ആളുകൾ കൂടിയിട്ട് ജനപ്പെരുപ്പം കൂടിയിട്ട് പുതിയ വീടുകൾ ഉണ്ടാക്കുന്നത് വേറെ, അത് ആയിക്കോട്ടെ. ഈ പഴയ വീടുകൾ 10-30 കൊല്ലം കഴിയുമ്പോഴേക്ക് പൊളിച്ച് വീണ്ടും ഇത്തരത്തിലുള്ള സോഷ്യൽ അല്ലെങ്കിൽ ഇവിടുത്തെ അതായത് എന്താ പറയുക, ഇവിടുത്തെ ഫ്രജൈൽ ലാൻഡിന് പോലും ദോഷം വരുന്ന രീതിയിൽ, മണ്ണിന് പോലും ദോഷം വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി കുറയ്ക്കാൻ നമ്മൾ ഓരോ ആളുകളും ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ കെട്ടുന്ന കോൺക്രീറ്റ് വീടുകളുടെയൊക്കെ ലൈഫ് ഒരു 100 കൊല്ലത്തിന് മുകളിൽ നിൽക്കാനുള്ള രീതിയിലുള്ള എന്താണോ IS സ്റ്റാൻഡേർഡ്സ് പറയുന്നത്, ആ സ്റ്റാൻഡേർഡ്സ് പൂർണ്ണമായിട്ട് നമ്മൾ വെള്ളമൊഴിക്കാതെ കളവും ചതിയും ചെയ്യാതെ അത് ഫോളോ ചെയ്യുകയും ഒപ്പം അതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസും കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് 100-100 പരം കൊല്ലങ്ങൾ നമുക്ക് നിലനിർത്താൻ കഴിയും. അത് നമ്മുടെ ഇവിടെയുള്ള പല കൊളോണിയൽ സ്ട്രക്ചേഴ്സും ഇന്ത്യയിൽ തന്നെ ഉള്ളത് നോക്കിയാൽ നമുക്കറിയും, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ആ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനം നമ്മൾ ആക്ട് ചെയ്ത് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് ഉണ്ടായിക്കൊണ്ട് വരികയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് നമ്മൾ സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യുന്ന വീടുകൾക്ക് ഇൻകൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. റൈറ്റ്. പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്. അപ്പോൾ അത് പ്രകാരം ചെറിയ കോസ്റ്റിന് അത് ഞങ്ങളെപ്പോഴും ഈ മാരുതിയോ ടൊയോട്ടയോ പോലെ വാല്യൂ ഫോർ മണിയാണ് ഞങ്ങൾ, അല്ലാതെ ബെൻസോ BMW പോലെ ലക്ഷറി ആയിരിക്കില്ല ഒരിക്കലും. എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അഫോർഡബിൾ ബഡ്ജറ്റിൽ പീരിയോഡിക്കൽ മെയിൻ്റെനൻസും കൂടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ചെയ്യുന്ന പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ഉള്ള ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന IS സ്റ്റാൻഡേർഡ്സ് പ്രകാരം ബിൽഡ് ചെയ്തെടുക്കുന്ന വീടുകൾ മറ്റ് ക്രൗഡിൻ്റെ ഇടയിൽ വേറിട്ട് നിന്ന് കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഞങ്ങളുടെ ടീം R&D ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഈ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഞങ്ങളിലൂടെ അല്ല, പുറത്ത് അവനവൻ ചെയ്യുന്ന വീടുകളാണെങ്കിലും അതിന് പ്രോപ്പറായിട്ട് ഡിസൈൻസ് വരച്ച് സ്ട്രക്ചറൽ ഡ്രോ ചെയ്ത് MEP മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ് വരച്ച്
ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റുകൾ, മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ലേബർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് പൂർണ്ണമായിട്ട് കൺസ്ട്രക്ഷൻ സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഉറപ്പ് വരുത്തി കൊണ്ടുപോകണം നിങ്ങളുടെ വീടുകളിലേക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ സൊസൈറ്റിനോട് കൂടി ഒരു പാപമായി മാറും. അപ്പോൾ അത് എല്ലാവരും ഞങ്ങളിലൂടെ വരുന്ന വീടുകൾ അങ്ങനെ അല്ലെങ്കിൽ അത് അവരവർ ശ്രദ്ധിക്കുക. ഒപ്പം അവരവരും ഇതേപോലെ സ്റ്റഡി ചെയ്തിട്ട് വീടിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് വർഷത്തിൽ ചെയ്തു പോകേണ്ടത് 3 വർഷത്തിൽ ചെയ്തു പോകേണ്ടത് 10 വർഷത്തിൽ ചെയ്തു പോകേണ്ടത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ 100 വർഷങ്ങൾക്ക് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച്.